അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. നോക്കി, അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക്? ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി 2ന്റെ റിലീസ് നമ്മുടെ ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അവന്മാർ പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ, ആരാണ് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടാൻ? ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടാൻ പാടില്ല, ഹൈക്കോടതിയുടെ ഈ മേൽനോട്ട അധികാരം ഉപയോഗപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ അത് വിനിയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് നമ്മുടെ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് ഇവന്റെ ഒന്നും തന്തയുടെ വകയല്ല ഈ നാടും ഈ ജുഡീഷ്യറി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്നാണെങ്കിലും ഇപ്പൊ ഫിജിയിലുള്ള നമ്മുടെ സുജിത് ഭക്തൻ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഇനി സുജിത് ഭക്തൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും ശേഷം വേടൻ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ സംസാരിക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെ നിന്നറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട, ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റലായിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പം ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. നോക്കി, അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക്? ഈ പടം ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശീയ അമർഷം വരുന്നുണ്ട്. ഇവന്റെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലോകം മൊത്തം നമ്മളെ കേരളത്തെ അപമാനിക്കാനെ കൊണ്ട് ഇവന്മാര് കാണിക്കുന്ന ഈ ഒരു ചീപ്പ് പ്രൊപ്പഗണ്ട, അല്ലെങ്കിൽ ചീപ്പ് എന്നല്ല, അതിനപ്പുറത്തൊക്കെ ഒരു വാക്ക് എന്താണ് പറയുന്നത്, അതാണ് ലോകമായിട്ടുള്ള ലോകം മൊത്തം ഈ പറയുന്ന കേരളം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പുറത്തോട്ട് വിദേശത്തോട്ടൊക്കെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കിന് പല ആളുകളും കേരള ആൾക്കാർ ഇങ്ങനെയാണോ, മലയാളികൾ ഇങ്ങനെയാണോ, ഇവിടെ നാട്ടിൽ നിന്ന് സംഭവിക്കുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം എക്സ്പീരിയൻസസ് വളരെ മോശമായിട്ട് ഇനി ആൾക്കാർക്ക് ഉണ്ടാവും. ഇവന്മാരെന്നാ പിന്നെ ഇവന്മാരുടെ തന്തയുടെ പേരിടണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. അപ്പം ഇവന്മാർ ഉദ്ദേശിക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ലോകരാജ്യങ്ങളുടെ മുന്നിലും, നമ്മൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പല ആളുകളും. അപ്പം വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. ലാസ്റ്റ് എല്ലാവരും തിങ്ക് ചെയ്യണം, നമ്മുടെ നാട് ഒരു മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മോശം അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ചാണകത്തിൽ പോയി കൈയിടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു സംഭവമാണ് ആൾക്കാരൊക്കെ ഇടുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് ഇവന്മാര് തന്നെ കുറച്ചുകൂടെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എടുക്കുക എന്നൊക്കെ പറയല്ലോ, അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവന്മാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മറ്റൊരു തരത്തിലാണെന്നുള്ളത്. ഇപ്പം ഈ പറയുന്ന കേരള സ്റ്റോറി 1 ആണെങ്കിലും 2 ആണെങ്കിലും ഇനി ഇങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളം ഇപ്പൊ കുറെ പൊട്ടന്മാരുണ്ട്, നോർത്തിലെ ബുദ്ധി വിവരമില്ലാത്ത കുറെ മണ്ടന്മാര്. എല്ലാവരും അല്ല കേട്ടോ, കുറെ മണ്ടന്മാരുണ്ട്. ഇവന്മാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് കേരളം ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി അതിനുശേഷം സുജിത് ഭക്തൻ ഇട്ടേക്കുന്ന മറ്റൊരു വീഡിയോ കൊണ്ട് അതിനകത്ത് പറയുന്ന കാര്യം കൂടെ കേൾക്കാം. ഇപ്പോൾ ഉള്ളത് ഫിജി എന്ന് പറയുന്ന ഒരു പസഫിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രത്തിലാണ്. ന്യൂസിലൻഡിൻ്റെ ഒക്കെ മുകളിലുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് 40% വരുന്ന ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് 1800 കാലഘട്ടങ്ങൾ മുതൽ 1916 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരാൽ ചൂഷണം ചെയ്യപ്പെട്ട് ഇൻഡൻജേർഡ് ലേബേഴ്സ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ് ഇവിടെയുള്ള 40% വരുന്ന ജനത. അതിൽ ഭൂരിഭാഗം ആൾക്കാർ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഈ രാജ്യത്ത് വന്നാൽ ഹിന്ദി ഭാഷ സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ചു കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞ ആ ഒരു പടം ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിന് കേരള സ്റ്റോറി എന്നൊക്കെ പേര് കൊടുത്തത് അന്നേ എനിക്ക് ശരിക്കും ഒരു അമർഷം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ വളരെ പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയ്ക്കാണ് ഇപ്പോൾ കറക്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിക്കണ്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ രീതിയിൽ അടുത്തൊരു പടം കൊണ്ടുവരുന്നത്. അങ്ങനെ
സത്യം പറഞ്ഞാൽ ഇന്ന് ഫിജിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സുവ എന്ന് പറഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞു പോയി. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് 26 ഫെബ്രുവരി, ഇവിടെ വൈകിട്ട് 4:15. അപ്പോൾ ഞാനിന്ന് രാവിലെയാണ് ഞാനിത് കണ്ടത്. 27-ാം തീയതി മുതൽ നിങ്ങളുടെ തിയേറ്ററിൽ, ഏതൊരു തിയേറ്ററിന് മുമ്പിൽ അതാണ് അതിൻ്റെ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് 27-ാം തീയതി മുതൽ, നാളെ മുതൽ നിങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ ഈ പടം പ്രദർശിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അവിടെ. കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ആൾക്കാരുടെ പേരും അതും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് വാച്ച് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിജി എന്ന് പറഞ്ഞ ഒരു രാജ്യം എടുത്തോട്ടെ, ഫിജി എന്നൊരു രാജ്യം. ഇവിടെ ഞാൻ ആക്ച്വലി നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള 40% വരുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും അവരെ പേരിന് മാത്രമേ ഇന്ത്യ എന്നുള്ള രാജ്യവുമായിട്ടൊരു ബന്ധമുള്ളൂ. അതല്ലാതെ അവരുടെ അപ്പൂപ്പനോ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും ഇവിടേക്ക് മൈഗ്രേറ്റഡ് ആയിട്ട് വന്നത്. അവരൊക്കെ 3rd ജനറേഷൻ 4th ജനറേഷൻ ആൾക്കാരാണ് ഇവിടേക്കുള്ള ഇന്ത്യക്കാർ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയത്, ഒരു സൗത്ത് ഇന്ത്യൻ ക്ഷേത്രമാണ്. അവിടെ ഇഡലിയും ദോശയും എല്ലാം ഉണ്ട് ആ അമ്പലത്തിന് പുറത്ത്. അതൊക്കെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല സൗത്ത് ഇന്ത്യൻ അമ്പലം. പൂജാരി അടക്കം എല്ലാവരും തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷേ അവർക്ക് തമിഴ് അറിയില്ല, അവരാർക്കും തമിഴ് അറിയില്ല. അവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. തമിഴ് അറിയാത്ത സൗത്ത് ഇന്ത്യൻ ആളുകളെ ഞാനിവിടെ ഫിജിയിൽ വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഇവർക്ക് ആകെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ അപ്പൂപ്പനോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്നു എന്നുള്ളതാണ് ഇവർക്ക് ആകെ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കേരളത്തെ പറ്റി ഉള്ള ഒരു ഇംപ്രഷനാണ് ഈ ഒരു സിനിമ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അവിടെ മാത്രമല്ല, ലോകത്തെ ഇത് ഏതൊക്കെ രാജ്യങ്ങളാണോ പ്രദർശിപ്പിക്കുന്നത് അവിടെ എല്ലാം വിചാരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെ ആയിരിക്കത്തില്ലേ. ഇപ്പം ഇവന്മാർക്ക് വേണ്ടുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിലവിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. 100% ലിറ്ററസി എന്ന് പറയുമ്പോഴും 99.9%, ബാക്കി കുറെ ബുദ്ധിയും വിവരം ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്കിടയിലോട്ട് കുറച്ച് ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയ ടൈമിൽ കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉറങ്ങിക്കിടന്നേക്കുന്ന ചില സ്ലീപ്പർ സെൽസ്, അതായത് ഈ എമ്പുരാൻ സിനിമയിൽ കാണിച്ചിരിക്കുന്ന മുന്നമാരില്ലേ, അങ്ങനെ കുറച്ച് മുന്നമാരും അല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഉണർന്നു വന്നത് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഉമ്മാർക്കെല്ലാം നല്ല രീതിയിൽ പുള്ളിട്ടുണ്ട്. കാര്യം സത്യമല്ലേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മാർ ഇത്രയും വെട്ടും കുത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സാധനം കൂടെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലെ ഈ ടെൻഡൻസി, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തീക്കാത്ത കുറച്ച് പെട്രോൾ കോരി ഒഴിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഉള്ളിൽ കുറച്ച് ഈ പറയുന്ന വിഷത്തിന്റെ കനലുള്ള ചില ആളുകളുണ്ട്. അവർക്കിടയിലോട്ട് ഈ സാധനങ്ങൾ കൊണ്ടിടുമ്പോഴത്തേക്കിന് അവർക്ക് പിന്നെ ഇത് ഫ്യൂലപ്പ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കാനെ കൊണ്ട് സാധ്യതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇവർ ഈ പരിപാടികൾ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഫസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തിൽ വന്നേക്കുന്ന, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചില ആളുകൾ വന്നേക്കുന്ന കമന്റ്സ്, അതിന് നമ്മൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയോ, നമ്മുടെ ഇങ്ങനത്തെ ആൾക്കാരോട് ഇത് ഇത്രയും വലിയ വർഗീയ വിഷങ്ങളായിട്ട് നടക്കുന്ന കുറെ എണ്ണങ്ങൾ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, മനുഷ്യനായിട്ട് കാണണ്ടേ. അത് പറ്റാത്ത ചില എണ്ണങ്ങളെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവന്മാരാണ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് BJP ഭരണത്തിൽ വന്നാൽ മാത്രമേ ഇതൊക്കെ ശരിയാവുകയുള്ളൂ എന്നൊരു സാധനം ആൾക്കാരുടെ മനസ്സിലോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്തയില്ലാത്തവന്മാർ കയറിയിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. പടം കാണാൻ പോകുന്ന ഇവിടത്തുകാരായിട്ടുള്ള ഫിജിയൻസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ പടം കാണാൻ പോകുന്നു. അവർ ഈ പടം അകത്ത് തിയേറ്ററിൽ കയറിയിരുന്ന് കാണുന്നു. എന്നിട്ട് അവർ ഇതിനകത്ത് കാണുന്ന ഈ പ്രൊപ്പഗണ്ട മൊത്തം കേരളത്തിൻ്റെ മേലെയാണ് അടിച്ചമർത്തുന്നതെന്ന് ഓർക്കണം. ഇന്ത്യ അല്ല, കേരളത്തിൻ്റെ മേലെയാണ് ഈ പ്രൊപ്പഗണ്ട എല്ലാം അടിച്ചമർത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളം, അതായത് നമ്മുടെ സർക്കാരൊക്കെ എന്ത് തേങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണം എനിക്കൊരു എന്താ പറയുക, ഒരു ഇതും കിട്ടുന്നില്ല. സർക്കാർ ഇതിൽ ഇടപെടണം. സർക്കാർ നിങ്ങൾ ഈ പടം നിരോധിക്കണം, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ പേര് മാറ്റണം. കാരണം കേരളം, നിങ്ങൾ ഈ കേരള ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് നാടായ നാട് മൊത്തം കാശ് മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം ഈ കേരളത്തെ പറ്റി ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ പടം കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർ ഏത് രീതിയിലായിരിക്കും കേരളത്തെ ജഡ്ജ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒന്നാമതേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, അത് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു ശകലം നെഗറ്റീവായിട്ട് പൊക്കി കാണിക്കാൻ, അതായത് ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് മോശമായിട്ട് പൊക്കി പിടിച്ച് കാണിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ മുമ്പിൽ അടിച്ചമർത്തി പൊക്കി പിടിച്ച് കാണിക്കുന്ന മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ പറയും മാധ്യമ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എല്ലാം പറയും. അവിടെ എല്ലാ കോപ്പും വേണം. പക്ഷേ സ്വന്തം നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തൊലിയുരിച്ച് കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെടുത്തോ, ഗൾഫ് രാജ്യങ്ങളെ പറ്റി എന്തോരം സംഭവങ്ങൾ അവിടെ നടക്കുന്നു, എന്തൊക്കെ ക്രൈമും കാര്യങ്ങളും അവിടെ നടക്കുന്നു. എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ പുറത്തു വരുന്നുണ്ടോ? നിങ്ങൾ ഗൾഫിലടക്കം മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ എന്തെങ്കിലും വാർത്ത അവിടുത്തെ നെഗറ്റീവായിട്ടൊരു കാര്യം കൊടുക്കുമോ? കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്താ. അതേപോലെ പല രാജ്യങ്ങളിലും ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കുറേയുണ്ട്. ഇതിനകത്തെ കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ കട്ട് ഔട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്നാലേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുള്ളൂ. അവർ കേരള ഇതിലെനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഓവർ ഫ്രീഡം ഇങ്ങനെ ഉപയോഗിക്കുന്നു, മിസ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ
ഇവിടെ BJPക്ക് അനുകൂലമായിട്ട് വരുന്ന എന്ത് കള്ളപ്രചാരണങ്ങളാണെങ്കിൽ പോലും അവർക്കത് കുഴപ്പമില്ല. അവര് അതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്നാൽ BJPക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് പുറത്തു വരാൻ അവർ സമ്മതിക്കൂല. അതങ്ങനെയാണ്. ഇപ്പം എമ്പുരാൻ സിനിമയ്ക്ക് എന്തുകൊണ്ട് 10-24 വെട്ട് വന്നു? കാര്യം അവരെ പറ്റിയിട്ടുള്ള ആ സത്യങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് അവർക്കറിയാം. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും സത്യമാണെന്നുള്ളത് അവർക്കറിയാം. എന്തുകൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങൾ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന 10-24 വെട്ടിക്കളഞ്ഞത് അല്ലേ? ഇനിയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നോർത്തിൽ ഞാൻ സ്ഥലവും ഇതും മറന്നുപോയി. അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ഇതുപോലെ BJP ഒരു നേതാവുണ്ട്, എനിക്ക് മന്ത്രി MLA എന്തോ ആണ്. അപ്പൊ അയാളുടെ കീഴിലുള്ള ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന കുറച്ച് അഴിമതി അങ്ങനെ കുറച്ച് സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടർ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് ഇതുപോലെ മരണപ്പെട്ട് കിടക്കുന്ന വാർത്ത പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഇതേ നാട്ടിൽ തന്നെയാണ്. അപ്പം ഈ വാർത്തകൾ പുറത്തോട്ട് വരാൻ പാടില്ല, BJPക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തീർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഇവരിവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെ ചോദിക്കാനും പറയാൻ ഇവിടെ ആരുമില്ല അല്ലേ? ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടേക്കുന്ന കുറച്ച് സാധനം കൂടി ഇങ്ങോട്ട് വെക്കാവേ. BJPക്ക് 30 കോടി സംഭാവന നൽകി ഇന്ത്യയിലെ മുൻനിര ബീഫ് കയറ്റുമതിക്കാർ. എടി ഇവർക്ക് എത്ര തന്തയാണ് അറിയാൻ മേലുണ്ട് ചോദിക്കുന്നത്. ബീഫ് തിന്നാൻ പാടില്ല, ഗോമാതാവാണ്. അപ്പൊ പിന്നെ കാള ഇവന്മാരുടെ തന്തയാണോ? കാളെ കാണുമ്പോഴത്തേക്കിന് അച്ചാന്ന് പറഞ്ഞാൽ ഇവന്മാര് പോവോ? അല്ലെങ്കിൽ എത്ര തന്തമാരാണ് ഇവന്മാർക്ക്? ഇതൊക്കെ ബീഫ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച കാര്യം തന്നെയാണ് ഇത്. ബീഫ് ഇതുപോലെ കയറ്റുമതി ചെയ്യുന്ന കമ്പനി, ഇത് ഇനിയിപ്പോൾ അവന്മാർ പറയാൻ പോകുന്നൊരു സാധനം ഇതായിരിക്കും, നിങ്ങളാരും ഇവിടെ നാട്ടിൽ ബീഫ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് വിടുന്നത്, ഇവിടെ ആരും കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. എത്ര തന്തയടയന്മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഈ പ്രൊമോഷൻ വന്നതിൽ ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, വിക്ടിമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ബേട്ടി ബടാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞിട്ട് സനാതന ധർമ്മം ഇവിടെ ഉണ്ടാക്കണം, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള മറ്റേടത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന വിക്ടിം ആ പെണ്ണുമ്പിള്ള പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കൊച്ചുങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വരാൻ പറ്റുമോ സക്കീർ ഭായ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്കായി ബജറ്റിൽ നൽകിയ 446 കോടിയിൽ 352 കോടിയും മോദിയുടെ പരസ്യത്തിന് ചെലവഴിച്ചെന്ന് റിപ്പോർട്ട്. എങ്ങനെ കിടക്കുന്നു? ഇനി വേറൊരു കണ്ടേക്കുന്നൊരു പോസ്റ്റാണ് ഞാൻ ഇങ്ങോട്ട് വായിക്കും. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. മോദിയെയും RSSനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നവർക്ക് മെറ്റയുടെ വിലക്ക്. ഇത് എത്രമാത്രം സത്യമുള്ളൊരു വാർത്തയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് യാഥാർത്ഥ്യമായി മാറും. ഇത് യാഥാർത്ഥ്യമാവുന്നതിന് മുന്നേ തന്നെ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേടൻ ഒരു ഷോയ്ക്കിടയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരെയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുക മക്കളെ, 18 വയസ്സായാൽ വോട്ട് ചെയ്യുക മക്കളെ, 18 വയസ്സായാൽ. പക്ഷെ നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. ഈ മാരാരൊക്കെ BJPനെ ഇപ്പൊ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നേരത്തെ ഒക്കെ എന്തുവരും, എത്ര നിലപാടാണ് ഇവർക്കൊക്കെ. അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന പോലത്തെ കുറച്ച് പരിപാടികളാണ് ഇവിടെ ഉള്ള പല എണ്ണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ വേണം പറഞ്ഞ പോലെ തന്നെ നോക്കി വോട്ട് ചെയ്യുക. നിങ്ങൾ ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും ചാണകത്തിൽ ചവിട്ടില്ല. കാര്യം ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും നമുക്ക് അവർ കാണിക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാം, ചോദ്യം ചെയ്യാം. എന്നാൽ ഈ നേരത്തെ വായിച്ചിരുന്ന ഒരു പോസ്റ്റ് ഇല്ലേ, BJPക്കെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മോദിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് വിലക്ക് വീഴും, ഇത് യാഥാർത്ഥ്യമാകും. അപ്പൊ പിന്നെ അണ്ണാക്കി വിരലിട്ടുകൊണ്ട് മാനത്തോട്ട് നോക്കി ഇരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഇതുപോലുള്ള കേരള സ്റ്റോറിന്ന് അവന്റെ അമ്മൂമ്മയുടെ തേങ്ങാ കൊലയെന്നും പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഇമാര് പടച്ചുവിടും. പക്ഷെ നമ്മുടെ മണ്ണിൽ ഇത് വാഴിക്കാൻ പാടില്ലടേ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ശരി.